2026 സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ അവർകളാണ്. സാക്ഷരതയിലും പൊതുവിദ്യാഭ്യാസത്തിലും പ്രാഗൽഭ്യ നൈപുണ്യത്തിലും ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുവാൻ ആധുനിക സാങ്കേതിക വിദ്യയുടെ ഫലപ്രദമായ വിനിയോഗത്തിലൂടെ കൂടുതൽ ഉയരത്തിലേക്ക് എത്തിക്കുവാനും ശക്തിപ്പെടുത്തുവാനുമുള്ള അദ്ദേഹത്തിന്റെ ഉദ്യമത്തിന് എല്ലാ ആശംസകളും നേരുന്നു. ഈ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ഈ യോഗത്തിന്റെ മുഖ്യ അതിഥിയായി ഇവിടെ പങ്കെടുക്കുന്നത് ബഹുമാനപ്പെട്ട ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ കെ മുരളീധരൻ അവർകളാണ്. ബഹുമാനപ്പെട്ട ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രിയെയും ഏറ്റവും സ്നേഹത്തോടെ ആദരവോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വേദിയിൽ സന്നിഹിതനായിട്ടുള്ള ബഹുമാനപ്പെട്ട തിരുവനന്തപുരം മേയർ ശ്രീ വി വി രാജേഷ് അവർകളെ യോഗത്തിലേക്ക് ബഹുമാനത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി വി പ്രിയദർശിനി അവർകളെ യോഗത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട മറ്റെല്ലാ ജനപ്രതിനിധികളെയും ബഹുമാനപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. യോഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിസിപ്പൻസ് ആയിട്ടുള്ള പ്രിയപ്പെട്ട കുഞ്ഞു മക്കളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ സ്കൂളിന്റെ ടീച്ചേഴ്സിനെയും കുട്ടികളുടെ മാതാപിതാക്കളെയും യോഗം കവർ ചെയ്യാൻ എത്തിയിട്ടുള്ള മീഡിയ പ്രവർത്തകരെയും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസവും ന്യൂനപക്ഷ ക്ഷേമവും വകുപ്പ് മന്ത്രി ശ്രീ എൻ ഷംസുദ്ദീൻ അവർകളെ അധ്യക്ഷ പ്രസംഗത്തിന് ക്ഷണിക്കുന്നു. വളരെ മനോഹരമായ സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന കേരളത്തെ ഒരു പുതുയുഗത്തിലേക്ക് നയിക്കാൻ കാലം നിയോഗിച്ചിട്ടുള്ള പ്രതിഭാധനനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ അവർകളെ, അതുപോലെ തന്നെ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന പ്രിയങ്കരനായ ഈ പ്രദേശത്ത് നിന്ന് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി പ്രിയപ്പെട്ട ശ്രീ കെ മുരളീധരൻ, നമ്മുടെ ബഹുമാനപ്പെട്ട തിരുവനന്തപുരം മേയർ പ്രിയപ്പെട്ട സ്നേഹിതൻ വി വി രാജേഷ്, വേദിക്ക് സ്വാഗതം ആശംസിച്ച പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സെക്രട്ടറി പ്രിയങ്കരിയായ ഡോക്ടർ ഷർമിള മേരി ജോസഫ് IAS, അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷൻ ശ്രീ ആസിഫ് കെ യൂസഫ്, വേദിയിലുള്ള പ്രിയദർശിനി, അനുകുമാരി, ചെമ്പഴന്തി ഉദയൻ, അതുപോലെ തന്നെ രേഷ്മ, ജയപ്രകാശ്, സുപ്രിയ, വിവേകാനന്ദൻ, ബി അബുരാജ്, ശ്രീ കെ അൻവർ സാദത്ത്,
പ്രമോദ്, ജിനീഷ് കുമാർ, ഷിബു, ശ്രീ സന്തോഷ്, ഷൈൻമോൻ, ഷാജിദ, ശ്രീമതി നവീന, ശ്രീജ ഗോപിനാഥ്, അജിത, ഗീത നായർ, നജീബ്, ബിജു, ലീന ദേവി, ശ്രീമതി ഗീത, കെ ലൈലാസ്, സജീവ് കുമാർ, അജിത് കുമാർ തുടങ്ങി വേദിയിൽ സന്നിഹിതരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സർവോപരി ഇന്നത്തെ വിശിഷ്ടാതിഥികൾ എന്ന് പറയുന്നത് കേരളത്തിൽ പുതുതായി വിദ്യാലയ പ്രവേശനം നേടിയ 3,14,000 വിദ്യാർത്ഥിനികളാണ്. അവരുടെ പ്രതിനിധികളായി നമ്മുടെ ഈ പട്ടം ഗേൾസ് സ്കൂളിൽ പ്രവേശനം നേടിയ പ്രിയപ്പെട്ട കുരുന്നുകളായ പ്രിയപ്പെട്ട കുട്ടികളെ, വെക്കേഷന് ശേഷം സ്കൂളിലേക്ക് കടന്നു വന്ന മറ്റ് ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികളെ, ഈ സ്കൂളിലെ അധ്യാപകരെ, അധ്യാപികമാരെ, രക്ഷകർത്താക്കളെ, മറ്റ് വിദ്യാഭ്യാസ പ്രവർത്തകരെ, വിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാരെ, സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ സ്നേഹാഭിവാദ്യങ്ങൾ നേരുകയാണ്. നമ്മളൊരു പുതിയ അധ്യയന വർഷത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലെ പോലെ തന്നെ വളരെയേറെ ഉത്സവഛായ പകർന്ന അന്തരീക്ഷത്തിലാണ് കേരളത്തിലെ സ്കൂളുകളിൽ ഈ ദിനം ആചരിക്കുന്നത്. ഇന്ന് സ്കൂളുകളിലേക്ക് കുട്ടികൾ മാത്രമല്ല, അവരുടെ കൂടെ രക്ഷകർത്താക്കളും മറ്റ് ജനപ്രതിനിധികളും സമൂഹത്തിലെ വിവിധ കോണുകളിലുള്ളവരൊക്കെ സ്കൂളുകളിലേക്ക് വരികയാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടികളെ ഉത്സവഛായ പകർന്ന അന്തരീക്ഷത്തിൽ സ്വാഗതം ചെയ്യാനും ഒരു പുതിയ അധ്യയന വർഷത്തിൽ അവർക്ക് പിന്തുണയും സഹായവും അഭിവാദ്യങ്ങളും അർപ്പിക്കാനാണ് സമൂഹം സ്കൂളുകളിലേക്ക് ഇന്ന് കടന്നു വരുന്നത്. അധ്യയന വർഷത്തിന്റെ ആരംഭം വളരെ ആഹ്ലാദത്തോടു കൂടി തന്നെ നിർവഹിക്കപ്പെടണമെന്ന്, എല്ലാം പൂർത്തീകരിച്ച് നടത്തണമെന്ന് പുതിയ സർക്കാരിനും ഏറെ ആഗ്രഹമുണ്ടായി. ഇന്നേ ദിവസത്തേക്ക് ശ്രീ വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട്